സമദാനി സാഹിബിനെ നിങ്ങൾ നേരിട്ട് പ്രസംഗം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിന്ന് സ്നേഹസാഗരത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ സംഭാഷണവും പഴയ പ്രസംഗ ശൈലിയൊന്നുമല്ല. എന്തൊരു രസമാണ്! എത്ര വയസ്സായി ആ മനുഷ്യന്, ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയിലാണ് സംസാരിച്ചു വെക്കുന്നത്, എന്ത് നോളജാണ്, എന്തു ഭാഷാ ശുദ്ധിയാണ്. എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കൈകടത്തി അങ്ങനെ പോവാണ് ഓരോന്നോരോന്നിങ്ങനെ. പഴയ വാളോ പഴയ അങ്ങനത്തൊന്നുമില്ല. പുതിയ ഒരു സമദാനിയുടെ സംഭാഷണമാണ്. ആദ്യാവസാനം ശ്രദ്ധയോടെ, ഒരു സൂചി വീണാൽ നിലത്ത് വീണാൽ കേൾക്കുമെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു മെസ്സേജ് മൊബൈലിൽ വന്നാൽ മുഴുവൻ ആളുകളും കേൾക്കും. ആ രീതിയിൽ നിശബ്ദം, ഒരു ശബ്ദമില്ല. ബഹുമാനപ്പെട്ടവർ മാത്രം ഇങ്ങനെ സംസാരിക്കുകയാണ്. എത്രയോ തിരക്കുള്ള ആളാണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ 1.5 കാലുള്ള മാഹീനുണ്ട് സ്നേഹസാഗരത്തിലെ. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ സഹോദരൻ ഓടയിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. വെള്ളമില്ല, അന്നമില്ല. നമ്മളങ്ങനെയാണല്ലോ, പുതിയ ഇസ്ലാം എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പഠിച്ച് ദണ്ഡം വിടും. അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തതാണ്. ആ സഹോദരൻ റോസാ പൂക്കളുമായി സമദാനി സാഹിബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ സമയം കൊടുക്കുകയാണ് അവർക്ക് എന്തോ ഒരു സന്തോഷാവും. അദ്ദേഹത്തിന് 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. ഒന്നടുത്തുനിന്ന് ചിരിച്ചാൽ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ മൂപ്പര് പറയാണ്, ബാക്കവി സാഹിബ്, ഞാൻ എവരോടൊപ്പം ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ആരോടൊപ്പം? ആരും നോക്കാനില്ലാതെ, മക്കൾക്ക് വേണ്ടാത്ത, ബന്ധുക്കൾക്ക് വേണ്ടാത്ത, ആർക്കും വേണ്ടാത്ത ആ അമ്മമാരോടൊപ്പം ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചതാരാ? നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയ, എത്ര സമയമാണ് അതിന് ചെലവഴിച്ചത്, എത്ര നേരമാണ് അവരോട് സംസാരിച്ചത്. ഒരമ്മ ഓടി വന്നിട്ട്, ഒരു ഉമ്മ ഓടി വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചു. ഒരറപ്പും അദ്ദേഹം കാണിച്ചില്ല. നിങ്ങൾ പറയും അത് രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണ് ഉസ്താദെ, പിന്നീടാണ് അവരതിൻ്റെ അറപ്പ് മനസ്സിലാക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അറപ്പുണ്ടാവാത്തത് ഞാൻ അവരെ നോക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇദ്ദേഹം ഒരു ഗസ്റ്റ് അല്ലേ. ആ മുഖം, ആ സ്നേഹം, ആ ലാളിത്യം, ആ വാത്സല്യം. ശിവഗിരിയിലെ വർക്കലയിലെ സ്വാമി ഉണ്ടായിരുന്നു, സ്വാമിജി ഉണ്ടായിരുന്നു, ഫാദർ ഉണ്ടായിരുന്നു. വല്ലാത്ത സരസ്, എത്ര മനോഹരമായ സമയം അവിടെ അങ്ങനെ ആളുകൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയാണ്. അള്ളാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇനി അങ്ങനെ ഒരു പ്രഭാഷകൻ ആരാണ്? എവിടെയും ക്ഷേത്രത്തിനകത്ത് കയറി ചെന്ന് പ്രസംഗിക്കാൻ, ചർച്ചിനകത്ത് കയറി ചെന്ന് പ്രസംഗിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ ചെറിയൊരു വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് അന്നേരം തുടങ്ങിയ വേദനയാണ്. കാരണം ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നവരാണ്, സമുദായത്തിന്റെ മുതലാണ്. അവരെങ്ങനെ സംസാരിക്കണം, അതിങ്ങനെ ശ്രദ്ധിച്ച് സ്വാമിജിയും ഫാദറും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ കരയണം. കറുത്തുപോയ ഹൃദയങ്ങൾ അത് കേട്ടിട്ട് ഉരുകണം. ഉമ്മയെ വകവെക്കാത്തവർ, മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ അത് കേട്ടിട്ട് അലിയണം. അങ്ങനെയുള്ള ഹൃദയങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അല്ലാഹുവേ, ആഫിയത്തുള്ള ആയുസ് നീ കൊടുക്കണേ റഹ്മാനെ. ദീർഘനാളിങ്ങനെ ഇങ്ങനെ എത്ര വൃത്തിയായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അവിടെയുള്ള ആ പാവപ്പെട്ട രോഗികൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്കണം. ആ പാവപ്പെട്ട രോഗികൾ, കഷ്ടപ്പെടുന്നവർ, അവർ എത്ര ഇഖ്ലാസോടെ നിസ്കരിക്കുക. അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നിസ്കരിക്കാൻ സൗകര്യം കൊടുത്ത് ബാങ്ക് വിളിക്കുന്ന ഒരാളുണ്ട്. എന്നോട് നമ്മുടെ ബാബു എന്ന് പറയുന്ന ഒരു രോഗി എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ റൂമിൻ്റെ അകത്ത് കൃഷ്ണന്റെ ഫോട്ടോ വെക്കാൻ എനിക്ക് അനുവാദം തരണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ അനുവാദം കൊടുക്കില്ലേ? നിങ്ങൾ പറയും കൊടുക്കില്ലേ? ലൈവാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഷാദ് ബാക്കബി കൃഷ്ണന്റെ ഫോട്ടോ വയ്ക്കാൻ അനുവാദം കൊടുത്തില്ലേ? ശരിക്കല്ലേ? ഒക്കെ നിങ്ങൾ പറയൂലേ ഞാൻ അനുവാദം കൊടുത്തു സന്തോഷമായിട്ട്. ഒരു രോഗി വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇൻസ്പെക്ടർ ബൽറാം കാണണമെന്നാണ്. ഞാൻ കാണിച്ചു കൊടുത്തു. അദ്ദേഹം വഴിയോരത്ത് വലിച്ചെറിയപ്പെട്ട ആളാ, അദ്ദേഹത്തിന് സിനിമ കാണണം. ഞാൻ സ്നേഹസാഗരത്തിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അവർക്ക് ആരുമില്ല, ഒന്നുമില്ല, അവർ പാവങ്ങളാണ്. അവസാന ആഗ്രഹങ്ങളാണ് അവരുടെ. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കയ്യും കാലും ഇല്ല, ചതഞ്ഞരഞ്ഞ് കയറി വരുന്നവരാണ്. അവർക്കിങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ ചെയ്തു കൊടുക്കണ്ടേ? ഒരു രോഗി ഇങ്ങനെ ഡോക്ടറെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹാരം 3-4 മാസം നമ്മൾ കൊടുത്തില്ല. ലാസ്റ്റ് അയാൾ പറയാണ്, ഞാൻ മരിച്ചുപോയ ബാക്കവി നിങ്ങൾ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, എന്നാൽ കൊടുത്തേക്കാൻ പറഞ്ഞു. മുഴുവനും കഴിച്ചിട്ട് രാവിലെ മരിച്ചു. ആലോചിക്കണം, നിങ്ങൾ പാവങ്ങളാണ്. അവർക്ക് അവരുടെ നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. 1.5 കാലും
പകുതി ശരീരവും വെച്ചിട്ട് എത്ര സമയമാണ് അവർ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുക. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ആഫിയത്ത് അല്ലാഹു തന്ന മുസ്ലിം പെങ്ങളെ, നമുക്ക് സമയമില്ല, നമുക്കൊന്നിനും നേരമില്ല. ദുനിയാവ് നമ്മുടെ നെഞ്ചിലേക്ക് ഇറങ്ങിപ്പോയി, ദുനിയാവ് നമ്മുടെ നെഞ്ചിലേക്ക് ഇറങ്ങിപ്പോയി. ഒരു മനോഹരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാം, ഒരു മനോഹരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മുഹമ്മദ് ബിൻ നസ്റുദ്ദായി എന്ന് പറയുന്ന, നസ്റുസായി എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ ചരിത്രമാണ്. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? ഇല്ലേ, ബക്കറ്റ് ഇല്ലേ? ഫുൾ നോട്ട് മാത്രമേ ഉള്ളൂ. ചെക്ക, ഗൂഗിൾ പേ കൊണ്ടുപോവാ. മാഷാ അല്ലാഹ്. സമയമൊന്നും നോക്കണ്ട, തയ്യാറായി വാളു. ബക്കറ്റ് എടുക്കാറായതൊന്നും ചിന്തിക്കേണ്ട, സംഭവം കഴിയാറായി. അല്ലാ പടച്ചോനെ, നല്ല മക്കൾ നിങ്ങൾ നോക്കി, ഇവർക്ക് എന്തിൻ്റെ കുറവുണ്ട് ബക്കറ്റുമായിട്ട് നടക്കാൻ? ഷർട്ടിന് ഷർട്ട്, മുണ്ടിന് മുണ്ട്, പാൻറ്റിന് പാൻറ്റ്, വീടിന് വീട്, കുടുംബം ഉണ്ടോ? എന്തിനാ നടക്കുന്നതെന്നറിയോ? എന്തിനാ നടക്കുക? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോൾ മോനെ വിളിച്ചിട്ട് പറയാണ്, മോനെ കടമുണ്ടടാ വാപ്പച്ചിക്ക്. മോനിങ്ങനെ ചിന്തിക്കാണ്, വാപ്പച്ചിക്ക് കടോ? അതിന് നല്ല ഭക്ഷണം ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ടോ? നല്ല വസ്ത്രം ഞങ്ങൾക്ക് ഇല്ലല്ലോ വാപ്പ, പിന്നെ എങ്ങനെ കടം? പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തടാ. ഖലീഫയായിരിക്കുമ്പോൾ ബൈത്തുൽ മാലിൽ എടുക്കാതെ സ്വന്തം പൈസ കൊടുത്തും മറ്റുള്ളവരിൽ നിന്ന് കടം പറിച്ചും ഖലീഫയായിരിക്കുമ്പോൾ വീട് വെച്ച് കൊടുത്തതാ. റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്ത് വന്ന പാട് പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റ് ചുമന്നിട്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരോഗ്യമുള്ള മക്കൾ നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് എടുക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു സഹായം കൊടുക്കാൻ. ഒരു ക്യാൻസർ രോഗി വന്നിട്ട്, മക്കളെ എന്തേലും ഉണ്ടാടാ, മരുന്ന് വാങ്ങാൻ എന്തേലും തരോടാന്ന് ചോദിച്ചാൽ, ഇവിടെ ഒന്നുമില്ല അമ്മേ, ഇവിടെ ഒന്നുമില്ല ഉമ്മ എന്ന് പറയാൻ ഈ മക്കൾക്ക് കഴിയരുത്. ഒരു 2000 രൂപ ഞങ്ങളുടെ ഫണ്ടിലുണ്ട് ഉമ്മ, അത് തരാം, അത്രേ ഉള്ളൂ അമ്മ, പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞ് അത് കൊടുക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അവർക്ക്. മരുന്ന് വാങ്ങാൻ, ഡയാലിസിസ് ചെയ്യാൻ, ഹോസ്പിറ്റലിൽ പോയി വരാൻ, ഭർത്താവിന് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ, ഭാര്യക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ, ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ, മക്കളെ നോക്കാൻ, ഇതിനൊക്കെ എത്രയാണ്? 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള സംഘടനയല്ലേ? നിങ്ങളൊന്ന് ഏറ്റെടുക്കൂ പ്രിയപ്പെട്ടവർ. സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ പറയും, എനിക്കറിയാം, എല്ലാവരും പറയും, ഇല്ലാത്തവരും പറയും സാമ്പത്തിക ബുദ്ധിമുട്ട്. അള്ളാഹുവിന് എത്ര സങ്കടാവും നിങ്ങൾ അള്ളാഹിനോട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാൽ. നിങ്ങൾക്ക് അള്ളാഹിനോട് പറയാൻ പറ്റിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അള്ളാഹ് തന്നോ എന്ന് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കിയേ. പറയാൻ മാത്രമുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നോ? പറയാൻ മാത്രമുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ വന്നിരിക്കാനും കഴിയുന്നത് തന്നെ മഹാഭാഗ്യം. ആരോഗ്യവും ആഫിയത്തും അല്ലാഹുവേ അത് നിലനിർത്തി തരണേ പടച്ചോനെ. ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, പണമില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്തും മറ്റുമൊക്കെ നമുക്ക് സമ്പാദിച്ച് ജീവിക്കാൻ പറ്റും. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കോടികൾ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് മാരക രോഗങ്ങളൊന്നും തന്നു പരീക്ഷിക്കല്ലേ അല്ലാ. ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾ കൊടുക്കുന്നു നിയ്യത്ത് ചെയ്ത് കൊടുത്തോ. 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. الله കരുണക്കടലായ രാജാതിരാജനായ ഷാഫിയായ കാഫിയായ അല്ലാഹ്, ഈ സ്വതക്ക ചെയ്യുന്നവരെ നീ കൈവടിയല്ലേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് മാരക രോഗങ്ങളൊന്നും നീ കൊടുക്കല്ല റബ്ബേ. ഒരു പ്രയാസവും നീ കൊടുക്കല്ല അല്ലാ. ഒരു സങ്കടവും നീ കൊടുക്കല്ല അല്ലാ. ഒരു നൊമ്പരവും നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാര്, ചെറുപ്പക്കാര്, ഉപ്പമാര്, ഉമ്മമാര്, അവിടെ രോഗങ്ങൾ എന്താണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും റബ്ബേ ഈ മജ്ലിസിന്റെയും ഈ സ്വതക്കയുടെയും ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം മറക്കരുത്. എന്താ വിഷയം? ഇബ്ലീസിന് പേടിയുള്ള 3 മരുന്ന്. 1 ഇഖ്ലാസ്. ഒരെണ്ണം കഴിച്ചോളൂ. മരുന്നിന്റെ ക്വാളിറ്റി പറഞ്ഞാലേ അല്ല, 3 മരുന്നാണ്. 1 ഇത്, 2 ഇത്, 3 ഇത്. ഒരു കോഴിയമ്മയ്ക്ക് 2 മക്കളുണ്ടാവും, ഒന്നിന്റെ അങ്ങനല്ല. അത് സംഭവം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ സംഭവം വിശദീകരിച്ച് പറയണം. വിശദീകരിച്ച് പറയുമ്പോഴാണ് ആ ഗുളിയുടെ പവർ അറിയുള്ളൂ. ഇപ്പൊ ഇഖ്ലാസ് കുറെ വരണോ തോന്നില്ലേ? ഇനി ഇഖ്ലാസോട് ചെയ്താൽ കിട്ടുന്ന ഒരു കൂലി കൂടെ പറഞ്ഞിട്ട് 2ാമത്തെ മരുന്നിലേക്ക് വരാം. ആ കൂലി പറയുമ്പോൾ ഇത്തിരി സമയം എടുക്കും. നല്ലൊരു ചരിത്രം ചുരുക്കി പറയാം.
മഹാനായ മുഹമ്മദ് ബിൻ നസ്ർ സായി റളിയല്ലാഹു തആല അൻഹു പറയാൻ, എന്റെ വാപ്പാടെ ജോലി എന്താ? ആര് മരണപ്പെട്ടാലും ആ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യാനില്ലെങ്കിൽ വാപ്പ ചെയ്തു കൊടുക്കും. നല്ലൊരു അമലാട്ടോ. നമ്മുടെ നാട്ടിൽ മരണം നടന്നാൽ അങ്ങനെ ചില ആളുകളുണ്ട്. എന്റെ നാട്ടിൽ ഒരു താഹ സാഹിബ് ഉണ്ട്, മണലുവിള, എന്റെ ചെറിയ കീഴ്. ഏത് മരണ വീട്ടിലും ആദ്യം ഓടിയെത്തും. ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം നല്ലതുപോലെ എനിക്കറിയാം. അതുകൊണ്ടാണ് എല്ലാ മരണ വീട്ടിലും ഓടിയെത്തും. എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം മനസ്സ് പൊട്ടിപ്പോയ ഒരു സമയം, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു, ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, അങ്ങനെ ഒരുപാട് മരണങ്ങൾ നടന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പൊട്ടിപ്പോയത് അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പ് ഇപ്പം മരണപ്പെട്ടു, നുജുമുദ്ദീൻ എന്ന സഹോദരൻ. അന്ന് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. ഞാൻ ആ വീട്ടിൽ പോയി ദുആ ചെയ്യുമ്പോൾ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയണില്ല. എന്നാലും തോളത്തൊക്കെ തട്ടി ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞു വന്നു. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. നല്ല അമലാണ് മരണ വീട്ടിലേക്ക് ചെല്ലുക. മരിക്കുന്ന വീട്ടിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവിടെ പോയിട്ട് അങ്ങനെ ശല്യം ചെയ്യലല്ല, അങ്ങനെ ശല്യം ചെയ്യരുത്. എൻ്റെ വീട്ടിൽ നിന്ന് എത്ര സ്ത്രീകളെ ഞാൻ ഇറക്കി വിട്ടെന്നറിയോ? എൻ്റെ മോൻ മരണപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് എന്താ? സമാധാനിക്കാൻ. മോൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ബാക്കി മക്കളെ എത്തിയുമായി നീ വിധവയായി ഒക്കെ പോയില്ലേ. ഒരു മോനെ പോയുള്ളൂ, സഹിക്കണം. കുറച്ച് ക്ഷമിച്ചിരിക്കുമ്പോൾ താത്തമാരിങ്ങനെ വരും. ദൂരെ നിന്നൊക്കെ വരണ ഉസ്താദിൻ്റെ വൈഫിനെ സമാധാനിപ്പിക്കാൻ. നല്ല മോനായിരുന്നല്ലേ, നമ്മൾ കണ്ടതാ യൂട്യൂബിൽ. ഓ നല്ല പാട്ടായിരുന്നു. സൈക്കിളിൽ പോയപ്പോഴാ 10 വയസ്സല്ലേ? ഓ 10 വയസ്സല്ലേ? ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മായ അങ്ങനെ കെട്ടിച്ചു വിടാനാ. എത്ര മണിക്കൂറാന്നറിയോ? ഇത് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കുന്നവരെന്താ? ഓ ഒന്ന് പോയാ മതിയാ, എന്താ റബ്ബേ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു മടുത്ത റഹ്മാനേ അല്ലേ. എല്ലാ ദിവസവും എല്ലാവരോടും ഇങ്ങനെ പറയാം. 6 മണിക്ക് മറസെ പോകുമ്പോഴാ വയ്യായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു ഉമ്മാക്ക് അങ്ങനെ പറയാൻ. അങ്ങനെ മരണ വീട്ടിൽ പോയി നിങ്ങൾ ചോദിക്കരുത്. മരണ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഹിദ്മത്താ ചെയ്യേണ്ടത്, അവരെ ഉപദ്രവിക്കലല്ല. എല്ലാ മരണ വീട്ടിലും അങ്ങനെ തന്നെ, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. നമ്മൾ ഉപദ്രവിക്കരുത്. ഈ അടുത്ത സമയത്ത് ജയ്ഹിന്ദ് ചാനലിൽ ചോദിച്ചു, എൻ്റെ വീടിന്റെ അപ്പുറത്ത് മരണം നടന്നു ഉസ്താദേ, അതൊരു ഹിന്ദു കുടുംബമായിരുന്നു, അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരുടെ കർമ്മത്തിന് പൈസ കൊടുത്തത് ഞാനാ. തെറ്റുണ്ടോന്ന്? എന്ത് തെറ്റാ? എന്ത് തെറ്റാ? സർവമംഗള മംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ തരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എന്ത് തെറ്റാണ്? അവരുടെ കീർത്തനങ്ങളും അവരുടെ ആരാധനകളും നമ്മുടെ കേരളത്തിൽ നടക്കണില്ലേ? നമ്മുടെ അയൽവാസിയല്ലേ? അഖിരും ജാറക് വലൗകാന കാഫിറ. ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. എന്താ പ്രശ്നം? അതൊക്കെ നമ്മൾ ആ ലെവലിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാലേ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകൂ. നിങ്ങൾ അത് അങ്ങനെ ചെയ്യാന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. മഹാനായ മുഹമ്മദ് ബിൻ നസ്ർ സായി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ വാപ്പാ എവിടെ ആര് മരിച്ചാലും ഓടിയെത്തുമായിരുന്നു. ആ മയ്യത്തിന് ഖബർ വെട്ടാൻ ആളില്ലെങ്കിൽ എൻ്റെ വാപ്പയാണ്. ആ മയ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം എൻ്റെ വാപ്പയാണ്. എല്ലാവരും പോയി അവസാനം ഒരു ദുആ കൂടി ചെയ്തിട്ടാണ് വാപ്പ അവിടെ നിന്ന് പിരിയുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞു, നിന്റെ വാപ്പ വലിയ ബറക്കത്തുള്ള ആളാണ്, എത്രയോ ഹിദ്മത്താണ് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നത്, എത്ര സേവനമാണ്, വൃത്തിയായിട്ട് കുളിപ്പിക്കുന്നത്, വൃത്തിയായിട്ട് പൊതിയുന്നത്. പള്ളിക്കുറ്റിയിലെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇങ്ങനെ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരുങ്ങുമ്പോ ഇന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലാഹുവേ എന്നെ മരിക്കുമ്പോ ഒരുക്കുന്നതാരായിരിക്കും അല്ലാ? ഞാൻ ചിന്തിക്കലുണ്ട്, ചിന്തിക്കുമ്പോഴൊക്കെ കരയിലുണ്ട്. എൻ്റെ മക്കളായിരിക്കുവോ അല്ലാ? പടച്ചവരെ എൻ്റെ കൂട്ടുകാരായിരിക്കുവോ? എൻ്റെ ഉസ്താദുമാരായിരിക്കുവോ? എവിടെയാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയാതെ, ആരാണ് കുളിപ്പിക്കുന്നത് പൊതിയുന്നതെന്നറിയാൻ കഴിയാത്ത ഞാനും നിങ്ങളും ആരെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? മുസ്ലിമേ, ഓർക്കണം, നമ്മൾ അങ്ങനെയാണ് നമ്മളാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർക്കണം പ്രിയപ്പെട്ടവര്. ആരായിരിക്കും ഞങ്ങളുടെ മയ്യത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത്? ആരായിരിക്കും ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ നഗ്നത കഴുകുന്നത്? ആരായിരിക്കുമല്ലാ? വിരലിൽ തുണി ചുറ്റിയിട്ട് പല്ല് തേച്ചു തരുന്നത് ആരായിരിക്കുമല്ലാ?
ആരെയും വെറുക്കല്ലേ, ആരോടും പിണങ്ങല്ലേ. ആർക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും കുളിപ്പിക്കുന്ന മയ്യിത്താകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റബ്ബേ. കുളിപ്പിക്കാനും പൊതിയാനും നിസ്കരിക്കാനും ഒന്നും അറിഞ്ഞുകൂടാതെ പകച്ചു നിൽക്കുന്ന മക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് പള്ളിക്കുറ്റിയിലെ കൂട്ടുകാരെ വിളിച്ചിട്ട് രാത്രി ഇതുപോലെ ഗ്രൗണ്ടിലും മറ്റും സൈഡിൽ മരത്തിന്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് വില കൂടിയ മദ്യക്കുപ്പി കൊണ്ടുവന്നിട്ട് അത് തുറന്ന് കുടിച്ചു ബോധമില്ലാതെ കിടക്കുന്ന കഴുതകളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. എത്ര സ്ഥലത്താ നടക്കുന്നത്. ഉമ്മ മരിച്ചതിന്റെ സങ്കടം തീർത്തത് കുടുംബക്കാര്. മോളെ, നിന്റെ പ്രിയപ്പെട്ട മകൻ കൂട്ടുകാരുമൊത്ത് കണ്ടുകുടിച്ചിട്ടല്ലേ. അല്ലാഹുവേ, അതിന്റെ ശിക്ഷ കൂടി മരിച്ചുപോയി ഖബറിന്റെ അകത്ത് കിടക്കുന്നവരാ അനുഭവിക്കേണ്ടത്. മഹാനായ മുഹമ്മദ് ബിൻ നസ്റുസായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വാപ്പാന്റെ കൂടെ ഒരു ദിവസം ഞാൻ പോയി. വാപ്പ പറഞ്ഞു, മോനെ എന്നാ നീയും കൂടി വാ. മക്കളെ എങ്ങനെ കൊണ്ടുപോകണം ചില സ്ഥലത്തൊക്കെ. ഗസാലി ഇമാമിന്റെ കിതാബിലുണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ വാപ്പ എന്നെ കുഞ്ഞിലേ കൊണ്ടുപോയി മജ്ലിസിലൊക്കെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് എന്റെ വാപ്പ ഇങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകുന്നത് എന്റെ മുഖത്തും എന്റെ ശരീരത്തും വീഴും. എന്തിനാ വാപ്പച്ചി കരയുന്നതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോ എന്റെ വാപ്പ പറയും, മോനെ ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തതാണ്. എന്റെ മോനെ നല്ല ആലിമാക്കണം, എന്റെ മോനെ നല്ല ഹാഫിളാക്കണം. അല്ലാഹുവേ, ഈ പാവപ്പെട്ട സിയാദ് മന്നാനിയുടെ പൊന്നുമോനെ ഹാഫിളും ആലിമുമാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിരുത്തിയ അഫ്ലഹ് എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ ഉൾപ്പെടെ എല്ലാ മക്കളെയും അല്ലോ നീ ഇഷ്ടപ്പെട്ട മക്കളാക്കണേ റബ്ബേ. നല്ല മക്കളെ കിട്ടിയാ നല്ല ഭാഗ്യാണ്, നല്ല സന്തോഷമാണ്, നല്ല റാഹത്താണ്. പ്രിയപ്പെട്ട ആ മുഹമ്മദ് ബിൻ നസ്റുസായി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യമായി വാപ്പാന്റെ കൂടെ ഞാൻ പോയി. വാപ്പ മയ്യത്ത് കുളിപ്പിക്കാൻ കയറി. ഞാൻ പുറത്തു നിന്നു. മോനെ കേറുവാടാ, നീ പഠിക്കടാന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നു. എന്നിട്ട് വാപ്പാന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഞാൻ സഹകരിച്ചു. പഞ്ഞിയും അത്തുറൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മയ്യത്ത് കൊണ്ട് ഖബർസ്ഥാനിലേക്ക് പോയി ഞാനും നടന്നു. വാപ്പാക്ക് നല്ല ആരോഗ്യമുള്ളത് കൊണ്ട് വാപ്പയാണ് മയ്യത്ത് കട്ടിൽ പിടിച്ചത്. ഞങ്ങൾ കുറെ ആളുകൾ പുറകെ നടന്നു. പക്ഷേ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഒരു അത്ഭുതം എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ആ സഹോദരൻ പറയാണ്, ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഒരത്ഭുതം എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്താണ് അത്ഭുതമെന്നറിയോ? ഒരു മയ്യത്തിന്റെ കൂടെ നല്ല ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ കൂടി ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. എല്ലാവരും മണ്ണിടാൻ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞു, മണ്ണിടല്ലേ, ജീവനോടെ ഒരാൾ അതിന്റെ അകത്തിരിക്കുന്നുണ്ട്, മണ്ണിടല്ലേ. എല്ലാവരും ചോദിച്ചു, നിനക്കെന്താ പ്രാന്താണോ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ മാത്രമാണത് കണ്ടത്, അല്ലെങ്കിൽ എന്റെ തോന്നൽ മാത്രമാണ്. എല്ലാവരും കബറടക്കം കഴിഞ്ഞിട്ട് വാപ്പ എന്നോട് ചോദിച്ചു, മോനെ നിനക്കെന്തു പറ്റി? മാനസികമായി പോയോ? ഒരുപാട് കബർ കണ്ടപ്പോ വിഭ്രാന്തി വന്നു പോയോ? അങ്ങനെയാണ് പെങ്ങളെ. ഖബറുകൾ കാണുമ്പോ ചില ആളുകൾക്ക് താങ്ങി നിൽക്കാൻ പറ്റൂല, ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റൂല. ഇപ്പോഴും ഞാൻ വെള്ളിയാഴ്ചകളിൽ കാട്ടുപുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ എന്റെ വാപ്പാന്റെയും എന്റെ മോന്റെയും ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ നെഞ്ചിങ്ങനെ ഇടിക്കലുണ്ട്. ഒന്നെന്റെ വാപ്പയാണ്, ഒന്നെന്റെ മോനാണ്. വാപ്പയെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ചെയ്യാത്ത ജോലിയില്ല, കഷ്ടപ്പാടില്ല, ചെളി പുരണ്ടിരിക്കുന്ന ശരീരമല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ വാപ്പയെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പണിയെടുത്തതിന്റെ ചെളി ശരീരത്തിലുണ്ടാവും. അല്ലാഹുവേ, മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് സ്വർഗം കൊടുക്കണേ അല്ലോ, ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മളൊക്കെ ഖബറിന്റെ അടുത്ത് പോകുമ്പോ ചില ആളുകൾക്ക് താങ്ങി നിൽക്കാൻ പറ്റൂല, തളർന്നു പോകും, വീണു പോകും. ആ പ്രിയപ്പെട്ടവരോട് വാപ്പ ചോദിച്ചു, മോനെ നിനക്കെന്താ സംഭവിച്ചു പോയത്? മാനസികമായോ? ഖബർ കണ്ടപ്പോ മനസ്സ് പതറിപ്പോയോ? വിഭ്രാന്തി ബാധിച്ചു പോയോ? ആ മകനൊന്നും മിണ്ടിയിലെ വീട്ടിലേക്ക് ചെന്നു. രാത്രിയായി. എല്ലാവരും കിടക്കുമ്പോ
മഹാനായ മുഹമ്മദ് ബിൻ നസ്റുസായി റളിയല്ലാഹു അൻഹു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, സഹിക്കാൻ പറ്റുന്നില്ല. വാപ്പ കാണാതെ, ഉമ്മ കാണാതെ ആ വീട്ടിന്റെ അകത്തുനിന്ന് മഹാനായ മുഹമ്മദ് ബിൻ നസ്റുസായി റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. നേരെ ഞാൻ പകലിൽ കണ്ട ഖബറിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുകയാണ്. ഉറപ്പാണ് ജീവനോടെ ഒരാൾ ഇതിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഉറപ്പാണ്. ജനങ്ങൾ പറയുന്നത് വെറുതെയാണ്, അവര് കണ്ടില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ആ ഖബറിന്റെ ചാരത്തേക്ക് ചെന്നിരുന്നിട്ട് 10 സൂറത്ത് യാസീൻ, 10 സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ 10 വൈദം അത് ഓതി തീർക്കുകയാണ്. എന്തിനാണത് ഓതിയതെന്നറിയോ? ഖബറാളികൾക്ക് ഏറ്റവും വലിയ പ്രതിഫലമുള്ള, ഏറ്റവും വലിയ ഗുണമുള്ള 2 സൂറത്താണ് സൂറത്ത് യാസീനും തബാറകല്ലദിയും. തബാറകല്ലദീ നിത്യമായി പാരായണം ചെയ്യുന്ന ആള് ഖബറിന്റെ അകത്ത് കരയേണ്ടി വരൂല മോളെ. ഫേസ്ബുക്ക് നോക്കിയിട്ട്, റീൽസ് കണ്ടിട്ട്, പാചക കല കണ്ടിട്ട്, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നത് കണ്ടിട്ട് സമയം കിട്ടുവോ എന്റെ പള്ളിക്കുറ്റിയിലെ താത്തമാർക്ക്? സമയം കിട്ടുവോ എന്റെ പൊന്നുമോളെ? എനിക്കറിയില്ല. എന്റെ ചെറുപ്പക്കാരാ, ഈ പള്ളിക്കുറ്റിയുടെ കരുനാഗപ്പള്ളിയുടെ ഭാഗത്തൂടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നിനക്ക് നേരം കിട്ടുവോ? നിനക്ക് സമയം കിട്ടുവോ? തബാറക്കല്ലദീ ഓതാ നിനക്ക് നേരം കിട്ടുവോ? ഈ പ്രിയപ്പെട്ടവര് പറയാണ് 10 യാസീനും 10 തബാറക്കല്ലദീ ഓതി. എന്നിട്ട് ഞാൻ ആ ഖബറിന്റെ അരികിൽ തന്നെ കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഖബറിന്റെ അകത്ത് കണ്ട അതേ മനുഷ്യൻ, മയ്യിത്തല്ലാതെ ഖബറിന്റെ അകത്ത് കണ്ട അതേ മനുഷ്യനെയാണ് ഞാൻ ഉറക്കത്തിൽ കണ്ടത്. ആ മനുഷ്യൻ വന്നെന്നോട് പറയുന്നു, അസ്സലാമു അലൈക്കും. ഞാൻ ആരെന്നറിയോ? ഇഖ്ലാസോടെ ഈ മനുഷ്യൻ ചെയ്ത എല്ലാ അമലുകളും ഞാനാണ്. എല്ലാ മുഖ്ലിസീങ്ങളെ ഈ ഖബറടക്കുമ്പോ അവർക്ക് സമാധാനത്തിന്, അവർ ഭയപ്പെടാതിരിക്കാൻ ഒരാളെ കൂടി അല്ലാഹു ആ ഖബറിലേക്ക് ഇറക്കുന്നുണ്ട്. അതാണ് നീ കണ്ടുപോയത്. അതാ മനുഷ്യന്റെ ഇഖ്ലാസാണെന്ന് മുഹമ്മദ് ബിൻ നസ്റുസായി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ കൊണ്ടുപോകാൻ വേണ്ടേ? ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് കൊണ്ടുപോകാ ഇഖ്ലാസ് വേണ്ടേ എന്റെ പള്ളിക്കുറ്റിയിലെ മുസ്ലിമേ? കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? വേണ്ടേ നമുക്ക് കൊണ്ടുപോകാം. ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഖുർആൻ, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന സ്വതഖ, ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഇബാദത്തുകളല്ല നമ്മുടെ ഖബറിന്റെ അകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അല്ലാതെ ആരാണ് നിനക്ക് തരുന്നത്? ആരാണ് കൂടെ വരുന്നത്? എത്ര ഖബറുകളാണ് ഒരു ഫാത്തിഹ പോലും കിട്ടാതെ മൂകമായി കിടക്കുന്നത്? എത്ര ഖബറുകൾ ഉണ്ടെന്നറിയോ? ഒരു ദിവസം പോലും മുടക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു ഫാത്തിഹ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഓദിപ്പിക്കണം. മക്കളെ കൊണ്ട് നിങ്ങളും